ജീവിച്ചിരുന്നെങ്കിൽ അടുത്ത ജൂൺ 14 90 തികഞ്ഞേനെ. പക്ഷേ ലോകത്തിന് നെഞ്ചേറ്റാനുള്ള ഈ മുഖം ഇങ്ങനെയാകുമായിരുന്നില്ല. 39-ാം വയസ്സിൽ രക്തസാക്ഷിയായതും ഒരു കണക്കിന് വിജയമാണെന്ന് പറയാം. വരാനിരിക്കുന്ന തലമുറകൾക്ക് ചെറുപ്പത്തിന്റെയും ആവേശത്തിന്റെയും പ്രതീകമാകാൻ നരവീഴും മുൻപേ പോരാട്ടം മതിയാക്കിയ പോലെയായിരുന്നു ആ മരണം. ചെ ഗുവേരയ്ക്ക് എന്നും 39 വയസ്സ്. അർജന്റീനയിലെ റൊസാരിയോയിൽ ജനിച്ച് മിടുക്കനായി പഠിച്ച് ഡോക്ടറായി. ശരീരത്തെ ബാധിക്കുന്നതിലും വലിയ രോഗങ്ങളാണ് മുതലാളിത്തവും അതിന്റെ അധികാരവുമെന്ന് മനസ്സിലായപ്പോൾ വിപ്ലവകാരിയാകാൻ തീരുമാനിച്ചു. 2 മോട്ടോർ സൈക്കിൾ യാത്രകൾ, രണ്ടിലുമായി ബൈക്ക് ഓടിയത് 12,500 കിലോമീറ്റർ. ലാറ്റിൻ അമേരിക്കയുടെ അവശതയും ആവശ്യങ്ങളും രോഷവും പ്രതിഷേധവും ഒക്കെ തിരിച്ചറിഞ്ഞ് സ്വന്തം വഴി ചെ തിരഞ്ഞെടുത്തു, തോക്കിന്റെ വഴി. 1954-ൽ ഫിഡൽ കാസ്ട്രോയെ പരിചയപ്പെട്ടു. പിന്നെ ക്യൂബയിലെ പോരാട്ടങ്ങളിലേക്ക്. 59-ൽ കാസ്ട്രോ നായകനായി ക്യൂബൻ വിപ്ലവം വിജയിച്ചപ്പോൾ വലങ്കൈയായി ചെ ഉണ്ടായിരുന്നു. ക്യൂബൻ ദേശീയ ബാങ്കിന്റെ തലവനും വ്യവസായ മന്ത്രിയുമായി. ക്യൂബയുടെ പ്രതിനിധിയായി ചെ ഉലകം ചുറ്റി. ആ ശബ്ദം ലോകം കേട്ടു. അധികാരത്തിന്റെ സ്വസ്ഥതകൾ ചെയെ അസ്വസ്ഥനാക്കി. വീണ്ടും കലാപ വഴികളിലേക്ക്. യുവാക്കളോട് ചെ പറഞ്ഞു, എന്റെ തോക്കെടുത്ത് വെടിയുതിർക്കാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ വെടിയേറ്റ് വീഴാൻ എനിക്ക് വിഷമമേയില്ല. 1965-ൽ കോങ്കോയിലെത്തി. ലക്ഷ്യം നിറവേറിയില്ല. അടുത്ത കൊല്ലം ബൊളീവിയയിൽ. അമേരിക്കൻ പട്ടാളം പരിശീലിപ്പിച്ച ബൊളീവിയൻ സേനയുടെ കണ്ണുവെട്ടിച്ച് അധികകാലം സമരം മുന്നോട്ടു പോയില്ല. 1967 ഒക്ടോബർ 8-ന് തനിക്ക് നേരെ തോക്ക് ചൂണ്ടിയ സൈനികനെ നോക്കി ചെ പറഞ്ഞു, വെടിവെക്കരുത്, ചെ ഗുവേരയാണ്. ഞാൻ മരിക്കുന്നതല്ല, ജീവിച്ചിരിക്കുന്നതാണ് നിങ്ങൾക്ക് നല്ലത്. പക്ഷെ അയാളത് കേട്ടില്ല. കാഞ്ചിയിൽ വിരലമർന്നു. മരണശേഷവും ചെ ഗുവേര വളർന്നു. ആരാധകരും വിമർശകരും പറഞ്ഞ കഥകളിലൂടെ. ആരാധകർക്ക് ചെ അമാനുഷനായിരുന്നു, വിമർശകർക്ക് രക്തദാഹിയായ കൊലയാളിയും. ചെ ഗുവേരയെ എതിർത്തിരുന്ന മുതലാളിത്തം തന്നെ ഒടുവിൽ ചെ ഗുവേരയെ ഏറ്റെടുത്തു. ചെ ഒരു ബ്രാൻഡ് നാമമായി. ടീഷർട്ടിലും തൊപ്പിയിലും തിളങ്ങുന്ന താര സാന്നിധ്യമായി. പ്രൊഫൈൽ ചിത്രമായി. കലഹിക്കുന്നവന്റെ ഐക്കണായി. കമ്മ്യൂണിസ്റ്റ് കാൽപ്പനികർക്ക് നിത്യഹരിത നായകനായി. ചെയെ ഹീറോയാക്കാൻ രാഷ്ട്രീയം പോലും പ്രശ്നമല്ലെന്നായി. ചെയുടെ രാഷ്ട്രീയം എന്നും പറഞ്ഞത് ഒരു കാര്യമായിരുന്നു, പഴുത്താൽ വീണ് കിട്ടുന്ന ആപ്പിളല്ല വിപ്ലവം, അത് വീഴ്ത്തുക തന്നെ വേണം.